ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിലെ മന്ത്രിയാണ് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ എന്ന കാര്യം അദ്ദേഹം ഇടയ്ക്ക് മറന്നുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിലും ലൈസൻസ് എടുക്കുന്നതിലും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ നീക്കത്തിനെതിരെ CITU രംഗത്ത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗണേഷ് കുമാർ LDF മന്ത്രി ആണെന്ന് ഓർക്കണം, ആവശ്യമെങ്കിൽ മന്ത്രിയെ തടയും. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം അംഗീകരിക്കില്ലെന്നും CITU വ്യക്തമാക്കി. ശ്രീ കെ.ബി. ഗണേഷ് കുമാർ എന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഈ തൊഴിലാളികളെ ഏതൊരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാണ് ഈ തൊഴിലാളികളെയും അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപനങ്ങളെയും കണ്ടുവരുന്നത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിലെ മന്ത്രിയാണ് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ എന്ന കാര്യം അദ്ദേഹം ഇടയ്ക്ക് മറന്നുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യം കൊണ്ടാണ്. നോക്കൂ, എന്തെല്ലാം കാര്യമാണ് ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് അദ്ദേഹം ചെയ്ത്. നിങ്ങൾ നോക്കൂ, ഒന്ന്, നമ്മുടെ മുദ്രാവാക്യം, പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഫെബ്രുവരി 21 അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലർ പിൻവലിക്കണം. എന്തുകൊണ്ട്? ആ സർക്കുലർ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകൂ എന്നുള്ള സ്ഥിതിയാണുള്ളത്. ഇവരാരും മുതലാളിമാരല്ല, ഡ്രൈവിംഗ് സ്കൂളിന്റെ ജീവനക്കാർ തന്നെയാണ് ഇതിന്റെ മുതലാളിയുടെ തൊഴിലാളി. വേറെ വ്യത്യാസമൊന്നുമില്ല. അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പുറത്തിറക്കിയ ഫെബ്രുവരി 21 സർക്കുലർ പിൻവലിക്കുക, ലേണിംഗ് ടെസ്റ്റ് ഡേറ്റിന്റെ സ്ലോട്ട് 30 കുറച്ചത് പിൻവലിച്ച് പഴയപടിയാക്കുക, നിലവിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുത്ത് വിപുലീകരിച്ചതിന് ശേഷം പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. 3 ഘട്ടങ്ങളായി സമരം തുടരുമെന്നും 3-ാം ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും CITU നേതാക്കൾ പറഞ്ഞു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.